ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ മനസ്സുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത വലിയൊരു പ്രത്യേകതയാണ് ലുത്ഫ്, അതായത് അലിവുള്ള മനസ്സുള്ളവരായിരുന്നു ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരെല്ലാം അലിവുള്ളവരായിരുന്നു. മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട് അലിവ് എന്താണെന്നറിയാത്തവർ, എന്ത് ക്രൂരതയും ചെയ്യാൻ കഴിയുന്നവർ. ഒരു മനുഷ്യൻ്റെ എത്ര വലിയ കഷ്ടപ്പാട് കണ്ടാലും ഒരു അലിവും ഒരു ദയാദാക്ഷിണ്യവും തോന്നാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത്ഭുതപ്പെട്ടു പോകും പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ. എന്നാൽ പെട്ടെന്ന് അലിവ് തോന്നുന്ന, പെട്ടെന്ന് കരുണ തോന്നുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. നല്ല ശക്തമായ മനസ്സിൻ്റെ ഉടമയായിരിക്കും, പക്ഷേ ലുത്ഫുള്ളവനായിരിക്കും, നല്ല അലിവുള്ളവനായിരിക്കും. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരെയും പരിശോധിച്ചാൽ ആ പ്രവാചകന്മാരുടെ മനസ്സിലെല്ലാം ഈ ലുത്ഫ് നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ ജീവിതത്തിൽ എത്ര ഉദാഹരണമാണ്. അള്ളാഹിൻ്റെ റസൂല് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചത് എത്ര സ്നേഹത്തോടെയാണ്, എത്ര വാത്സല്യത്തോടെയാണ്. ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ജുലൈബീബിൻ്റെ രൂപത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് കുറുന്നിട്ടാണ്, കറുത്തിട്ടാണ്, തടിച്ച ചുണ്ടും ഇറുകിയ കണ്ണുകളൊക്കെ ആയി, കണ്ടാൽ ആർക്കും പെട്ടെന്ന് ഒരു ആകർഷണത്വവും തോന്നാത്ത, ഒരു പേഴ്സണാലിറ്റിയും തോന്നാത്ത അത്തരത്തിലുള്ള ഒരു ഫിസിക്കുള്ള ഒരു മനുഷ്യൻ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുലൈബീബിനെ എന്ത് ഇഷ്ടമായിരുന്നെന്നറിയും. ഇഷ്ടമാണെന്ന് മാത്രമല്ല, ജുലൈബീബിൻ്റെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ സമയാസമയങ്ങളിൽ ഇടപെടുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അത്തരം രൂപമുള്ള ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിക്കുന്നത് സുന്ദരന്മാരായ സ്വഹാബികൾക്കിടയിലാണ്. അബൂബക്കർ സിദ്ദീഖ് ആയാലും, ഉമർ ബിൻ ഖത്താബ് ആയാലും, അലി ബിൻ അബി താലിബ് ആയാലും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആയാലും, ബാക്കിയുള്ള ഖുറൈശികളിലെ സ്വഹാബാക്കളെല്ലാം അതീവ സുന്ദരന്മാരാണ്. അവർക്കിടയിലാണ് ജുലൈബീബിനെ പോലെ ഒരാൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ അപകർഷതാബോധം, ആ അപകർഷതയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു തീരാ ദുഃഖം, എന്നെ ഈ ലോകത്തൊരു പെണ്ണും സ്വീകരിക്കാൻ തയ്യാറാവില്ല, എന്നെ വേളി കഴിക്കാൻ ഈ ലോകത്തൊരു പെണ്ണും തയ്യാറാവില്ല എന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരും കാണാത്ത ദുഃഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും, എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബിനെ ചേർത്ത് പിടിച്ചിട്ട് ജുലൈബീബി ഒരു കല്യാണമൊക്കെ കഴിക്കണം, ഇങ്ങനെ നടന്നാൽ പോരാ എന്ന് പറയുകയും അൻസാറുകളിൽപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് വിവാഹാന്വേഷണവുമായി പറഞ്ഞയക്കുകയും, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞയച്ചതാണ് എന്ന കാരണത്താൽ ആ അൻസാരി കുടുംബത്തിൽപ്പെട്ട പെണ്ണ് എനിക്ക് ജുലൈബീബിനെ തന്നെ വേണം എന്ന് വാശി പിടിക്കുകയും ചെയ്ത ചരിത്രമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൻ്റെ ചുറ്റിലുമുള്ള മനുഷ്യരോട് അവരുടെ ഹൃദയവികാരങ്ങൾ എന്താണ്, അവരുടെ കണ്ണ് നിറയുന്നുണ്ടോ, അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ വളരെ കൃത്യമായി അറിയാൻ ശ്രമിച്ചിരുന്ന ഒരു മഹാമനീഷിയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വഹാബത്തിനോട് മാത്രമല്ല കേട്ടോ, ശത്രുക്കളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലപാടാണ് എടുത്തിരുന്നത്. ഖുറൈശികൾ പ്രവാചകനോട് ചെയ്ത ചെയ്ത്തിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പ്രസംഗം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നഷ്ടപ്പെടാൻ കാരണക്കാരാണ് ഖുറൈശികൾ. ആ ഖുറൈശികൾക്ക് ഒരു ക്ഷാമം വന്നപ്പോൾ തന്നാലാവുന്ന ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയും ഒട്ടകപ്പുറത്ത് ഖുറൈശികളിലേക്ക് കൊടുത്തുവിടുകയും ചെയ്ത മനുഷ്യനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു ലുത്ഫ് നമുക്ക് കാണാൻ കഴിയും, ആ ഒരു അലിവും കരുണയും കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ്റെ തൊട്ടു മുമ്പുള്ള ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയുടെ അവസാനത്തെ ഭാഗത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. വഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം, ഏ ഈസ ഇബ്ന മറിയം, അൻത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈന മിൻ ദൂനില്ലാഹ്, എന്നെയും എൻ്റെ ഉമ്മയെയും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഇലാഹുകളായി സ്വീകരിക്കണമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഖാൽ, അദ്ദേഹം തിരിച്ചു പറയുകയാണ്, സുബ്ഹാനക്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, ഞാൻ എങ്ങനെയാണ് ഇല്ലാത്തത് പറയാ?
ഇല്ലാത്ത കളവ് ഞാൻ എങ്ങനെയാണ് പറയാ? ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും അത് അറിഞ്ഞിട്ടുണ്ടാവും. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, എൻ്റെ ഉള്ളിലുള്ളത് നീ അറിയുന്നു റബ്ബേ, നിന്നിലുള്ളത് ഞാൻ അറിയുന്നില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നിഗൂഢതകളെല്ലാം അറിയുന്നവൻ നീ മാത്രമാണ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബി, എന്നോട് നീ എന്താണോ പറയാൻ കൽപ്പിച്ചത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാഹ്. എന്താണത്? അനി അബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉള്ളപ്പോഴെല്ലാം ഞാൻ അവർക്ക് സാക്ഷികളാണ്. ഫലമ്മ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, നീ എന്നെ മരണപ്പെടുത്തിയപ്പോൾ, അല്ലെങ്കിൽ നീ എന്നെ ആകാശത്തേക്ക് ഏറ്റെടുത്തപ്പോൾ റബ്ബേ നീയാണ് അവരോട് ഏറ്റവും അടുത്തവനായി ഉണ്ടായിരുന്നത്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാത്തിനും സാക്ഷിയാണ്. ഈ ഒരു സംഭാഷണം കഴിഞ്ഞിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പറയുന്ന സംസാരം എന്താ അറിയോ? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, അള്ളാഹു നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ്, നിന്നോട് ശിക്ഷിക്കണ്ട എന്ന് പറയാൻ ആർക്കും അധികാരമില്ല, നിൻ്റെ ഇഷ്ടമാണ്, നീ ചെയ്യുന്നത് ചോദിക്കാൻ ആർക്കും അധികാരമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളാഹു എന്ത് ചെയ്താലും ആർക്കും ചോദിക്കാനൊരു അവകാശമില്ല. പടച്ചോണ്ട് എന്തും ചെയ്യുക, എന്തും ചെയ്യാനുള്ള രാജാധികാരം അള്ളാഹുവിനുണ്ട്. അള്ളാഹിൻ്റെ മുന്നിൽ നിയമങ്ങളോ ധാർമ്മികതകളോ ഒന്നും തടസ്സമല്ല. അള്ളാഹു അവർ നിൻ്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും, നോക്ക് നിങ്ങൾ, ആ പ്രവാചകൻ്റെ മനസ്സിലുള്ള ലുത്ഫാണ് പിന്നീട് പ്രകടമാവുന്നത്. തന്നെ ഉപയോഗിച്ചൊരു വലിയ തിന്മ ചെയ്തൊരു ജനത, ആ ജനതയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയാണ്, വൈൻ തഗ്ഫിർ ലഹും, അള്ളാഹു നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ഫൈന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ പ്രതാപിയാണ്, യുക്തിമാനാണ് എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. സ്വന്തം കാര്യത്തിൽ ഇത്രമാത്രം ബേജാറായി നിൽക്കുന്ന സമയത്തും തന്നെ ഉപയോഗിച്ചൊരു തിന്മ ചെയ്ത ജനതയ്ക്ക് പുറത്തു കൊടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആ പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകൻ്റെ മനസ്സ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ലുത്ഫ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിറച്ചതാണ്. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ലുത്ഫ് കൊടുത്തിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, മെഹറാജിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് 7ാമത്തെ ആകാശത്ത് നിന്ന് ദുനിയാവിലേക്ക് യാത്രയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 6ാമത്തെ ആകാശത്ത് വെച്ച് ഒരാൾ തടയാൻ. ആരാണ് അയാൾ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തടയുക എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, മുഹമ്മദ് എന്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അങ്ങേക്ക് അള്ളാഹു നൽകിയത്? 50 വഖ്ത് നിസ്കാരം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വേണ്ടട്ടോ, അതുമായിട്ട് പോകരുത്. തൻ്റെ മുൻകാല പ്രവൃത്തി പരിചയം വെച്ചിട്ടാണ് മൂസാ നബി പറയുന്നത്. മൂസാ നബിക്ക് എന്താ അതുമായിട്ട് വന്ന് മൂസാ നബിയുടെ ഉമ്മത്താണോ? മൂസാ നബിയുടെ ഉത്തരവാദിത്തമാണോ? അല്ലല്ലോ. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടുള്ള ഒരു നസീഹത്തായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഒരു ലുത്ഫാണ്, മനസ്സിലുള്ള ഒരു അലിവാണ്. കാരണം ഈ 50 വഖ്ത് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, 5 വഖ്ത് നിസ്കാരം കൊടുത്തിട്ട് എന്താ നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ അങ്ങനെ വെച്ച് കാണാൻ കഴിഞ്ഞാൽ ഒന്ന് കൈ കൊടുത്തിട്ട് ശുക്രം പറയണം, നമ്മളെല്ലാവരും നന്ദി പറയണം. കാരണം ആ പ്രവാചകൻ അങ്ങനെ ചിന്തിച്ചതാണ്. നമുക്ക് ഓരോ വട്ടവും വന്നിട്ട് തിരിച്ചയക്കാണ്. 45 വഖ്താക്കി കൊടുത്തു, പറഞ്ഞ് തിരിച്ചു പോയിക്കോ, 45 നിസ്കരിക്കൂല, 40 ഇല്ല, 30 ഇല്ല, 20 ഇല്ല, 10 ഇല്ല, 5 കുറച്ച് നോക്കി 5 വഖ്താക്കിയപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലിനോട് പറഞ്ഞു, ഇതോട് കുറച്ച് അങ്ങയുടെ ഉമ്മത്തിന് ഇത് ചെയ്യാൻ സാധ്യമാണെന്നറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഇതുകൊണ്ട് തിരിച്ചു പോകാൻ എനിക്ക് മടിയാവുന്നുണ്ട്, നാണാവുന്നുണ്ട്, ഞാൻ ഇതുകൊണ്ട് തിരിച്ചു പോവാണ്, എൻ്റെ ഉമ്മത്ത് ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നതാണ്. നമുക്ക് നിങ്ങൾ ഒരു പരിചയമില്ലാത്ത, തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഉമ്മത്തിൻ്റെ കാര്യത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ ആ ലുത്ഫുണ്ടല്ലോ, അത് നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവണം പ്രിയപ്പെട്ടവരെ. അദ്ദേഹം ഈജിപ്തിലെ കോപ്റ്റിക് വംശജനായ ഒരാളെ അബദ്ധത്തിൽ കൊന്നിട്ട് 1000കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് മദിയൻ എന്ന പ്രദേശത്ത് ഒരഭയാർത്ഥിയായി എത്തി. എന്ത് ചെയ്യും? തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അഭയാർത്ഥിയായി എത്തിയ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് ആളുകൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ, അതിൽ 2 സ്ത്രീകൾ നിസ്സഹായരായി മാറി നിൽക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ. തൻ്റെ എല്ലാ പ്രയാസങ്ങളും കൊണ്ട് മാറ്റിവെക്കുകയാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തൻ്റെ പ്രതിസന്ധികളും മുഴുവൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരെ ആ സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും മാറിയിരിക്കുന്നത്? സ്ത്രീകൾ പറയാണ്, ആ പുരുഷാരം മുഴുവൻ ഒഴിഞ്ഞു പോയിട്ടേ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ, ഞങ്ങൾ ആകെ ഇടങ്ങറായി നിൽക്കുകയാണ്. ആ സമയം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ആടുകളെ കൊണ്ടുപോയി, ഒരു പരിചയമില്ല, ഒരു മുൻപരിചയമില്ല,
അവരുടെ ആളുകളെ കൊണ്ടുപോയി വെള്ളം കൊടുത്തിട്ട് തിരിച്ചവർക്ക് കൊടുത്തിട്ട് അവരുടെ ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യുപകാരമോ പ്രതീക്ഷിച്ചിട്ടല്ല മാറി നിന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അല്ലാഹുവേ റബ്ബി ഇന്നി അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ നീ എന്ത് നന്മ അത് എന്നിലേക്ക് ഇറക്കിയാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ് എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നുമുണ്ട്. പക്ഷേ ആ ഒരു പ്രവൃത്തി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യുപകാരം ആശിച്ചിട്ടോ അല്ലെങ്കിൽ പ്രശംസ ആഗ്രഹിച്ചിട്ടോ അല്ല, മനസ്സിലുള്ള ഒരു ലുത്ഫാണ്, മനസ്സിലുള്ള ഒരു അലിവാണ്, ഒരു വാത്സല്യമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്ന ഒന്നാണത്. മൂസാ നബി തൻ്റെ പിതാവിൽ നിന്നിറങ്ങി ആ പിതാവിനോടും കൂട്ടരോടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വർത്താനുണ്ട്, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹി കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദഹ ഇല്ലാ ഖൗല ഇബ്രാഹീമ ലിഅബീഹി ലഅസ്തഗ്ഫിറന്ന ലക വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈ. ഇവിടെ ഈ ആയത്തുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഷിർക്കിനോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പും അങ്ങേയറ്റത്തെ ഈർഷ്യതയുമാണ് കാണിക്കുന്നത്. അത്രയ്ക്ക് വെറുപ്പായിരുന്നു ഇബ്രാഹിം നബിക്ക് ഷിർക്കിനോട്. ബഹുദൈവാരാധനയോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്രയ്ക്ക് ഉറപ്പായിരുന്നു. ആ ബഹുദൈവാരാധന നടത്താനുള്ള ബിംബങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സ്വന്തം പിതാവ് ആട്ടിപ്പുറത്താക്കാണ് വീട്ടിൽ നിന്ന്. ലാർജുമന്നെ, ഞാൻ ആട്ടിക്കളയുന്നുണ്ട്, ആട്ടിപ്പുറത്താക്കാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി പുറത്തേക്ക് പോയി ഇക്കണ്ട ത്യാഗങ്ങളും പ്രയാസങ്ങളും മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞിട്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ പിതാവിനോടുള്ള നിലപാടെന്താണ്? ലഅസ്തഗ്ഫിറന്ന ലക വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈ. ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി കാവലിനെ തേടും കേട്ടോ, ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അള്ളാഹ് പറഞ്ഞത്, ഇബ്രാഹിം ആ പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. നിങ്ങളുടെ ഉപ്പയായാലും നിങ്ങളുടെ ഉമ്മയായാലും നിങ്ങളുടെ സഹോദരനായാലും സഹോദരിയായാലും ആരായാലും ഷിർക്ക് ചെയ്യുന്നവരാണോ അവരോട് ആ വിഷയത്തിൽ അവരുടെ പാപങ്ങൾ പൊറുക്കുന്ന വിഷയത്തിൽ ഒരു ദാക്ഷിണ്യവും വേണ്ട ആവശ്യമില്ല. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉള്ളിലുള്ള നന്മ, ആ ഉള്ളിലുള്ള ലുത്ഫ്, ആ ഉള്ളിലുള്ള അനുകമ്പ, സ്നേഹം അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, 3 മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വരികയാണ്. ആ മലക്കുകൾ വരുന്നത് മലക്കുകളായിട്ടല്ല, മനുഷ്യരായിട്ടാണ്. മനുഷ്യരൂപം കൊണ്ടത് ഏതോ അപരിചിതരായ മനുഷ്യർ, ഒരു പരിചയമില്ലാത്ത മനുഷ്യർ. അവർ വന്നിട്ട് ഇബ്രാഹിം നബിയുടെ വീട്ടിന് മുറ്റത്ത് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ വന്ന ആഗതരെ വിളിച്ച് ക്ഷണിച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇരുത്തി. എന്നിട്ട് ഫമാ ലബിസ അൻജഅ ബിഇജ്ലിൻ ഹനീദ്, ചുട്ടു കൊടുത്ത നല്ലൊരു പശുക്കുട്ടി അറുത്തിട്ട് അതിൻ്റെ മാംസം ചുട്ടിട്ട് മുന്നിലേക്ക് വെച്ച് കൊടുക്കാണ്. അതാ മനുഷ്യൻ്റെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യൻ്റെ മനസ്സിലുള്ള ലുത്ഫാണ്, മനസ്സിലുള്ള നന്മയാണ്. മുമ്പൊരു പരിചയമില്ലാത്ത മനുഷ്യൻ, നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? നമുക്ക് പറ്റും അത് കഴിഞ്ഞ് ആ മലക്കുകൾ തങ്ങൾ എന്തിനാണ് വന്നത് എന്ന് റിവീൽ ചെയ്യാൻ, എന്തിനാണ് തങ്ങൾ വന്നത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാൻ. ഒന്നാമത്തെ കാര്യം, ഇസ്മായിൽ നബിക്ക് ഒരു അനിയൻ കൂടി ജനിക്കാൻ പോകുന്നു, ഇസ്ഹാഖ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത. രണ്ടാമത്തത്, ലൂത്തിൻ്റെ ജനതൻ്റെ കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, അവർ നന്നാവാൻ ഒരു വഴിയുമില്ല, അള്ളാഹുവിൻ്റെ അമ്ർ വന്നിട്ടുണ്ട്, അവർ നശിപ്പിക്കപ്പെടാണ്. സംസാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് അടുത്ത് പരിചയപ്പെട്ട് ആ ബേജാറൊക്കെ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഫലമ്മാ ദഹബ അൻ ഇബ്രാഹിം റൗ വജാഅതുൽ ബുശ്റ യുജാദിലുന ഫീ ഖൗമി ലൂത്ത്. ഇബ്രാഹിം നബിക്ക് പേടിയും ബേജാറും പോയപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് യുജാദിലുന എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിനോട് തർക്കിക്കാൻ തുടങ്ങാണ്, അള്ളാഹുവിനോട് സംസാരിക്കാൻ തുടങ്ങാണ്. അള്ളാഹുവേ, ഒരു ചാൻസ് കൂടെ ആ ജനതയ്ക്ക് കൊടുത്തൂടെ, ഒരു ചാൻസ് കൂടെ ആളുകൾക്ക് കൊടുത്തൂടെ, അവർ ഇന്നലെ നാളെ നന്നായാലോ എന്നിട്ട് അള്ളാഹു അതിന് മറുപടി പറയുന്നതിന് മുന്നേ അള്ളാഹു അതിൻ്റെ 2 ആയത്തുകൾക്ക്, ഇബ്രാഹിം നബിയുടെ സംസാരത്തിൻ്റെയും അള്ളാഹുവിൻ്റെ തിരിച്ചുള്ള മറുപടിയുടെയും ഇടയിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് അറിയോ? ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം ഒരു വല്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാണ്, അലിവുള്ള, സഹനശീലമുള്ള, പെട്ടെന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്ന, പെട്ടെന്ന് നിറയുന്ന കണ്ണുകളുള്ള, അങ്ങനെ ഒരു സ്വഭാവമുള്ള പ്രകൃതിയുള്ള ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അള്ളാഹു അത് പറയാൻ. എന്നിട്ട് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞ മറുപടി പറയാൻ, യാ ഇബ്രാഹിം അഅ്രിദ് അൻ ഹാദാ, ഇബ്രാഹിം അതിൽ നിന്ന് പിന്മാറിക്കൊള്ളുക, അത് ആ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, ആ ഒരു വിഷയത്തിൽ നിന്റെ റബ്ബിൻ്റെ തീരുമാനം വന്നതാണ്, അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതില്ല, സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. ഇത്രയും അക്രമകാരികളായ ഒരു ജനതയുടെ വിഷയത്തിൽ പോലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒരു ചാൻസ് കൂടെ കൊടുത്തുകൂടെ എന്ന് പറയാൻ തയ്യാറായി എന്നുള്ളതാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും, നല്ലോണം തമാശ പറയും, എല്ലാവരും ചിരിക്കുകയും ചെയ്യും. റസൂൽ വലിയ ഇഷ്ടമാണ്, റസൂൽ തമാശ പറയും, റസൂലും ചിരിക്കും അദ്ദേഹത്തിൻ്റെ തമാശ കേട്ടിട്ട്. പക്ഷേ അയാൾക്കൊരു ദുശ്ശീലമുണ്ടായിരുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് കള്ളു കുടിക്കും, അടി വാങ്ങിക്കും, പശ്ചാത്തപിക്കും, നന്നാവും, വീണ്ടും സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ അയാൾ കുടിച്ചു പോകും. അങ്ങനെ ഇത് ഒരുപാട് തവണ ആവർത്തിച്ചപ്പോൾ ഒരു തവണ കള്ളു കുടിച്ചാൽ അടിയാണ്, മുസ്ലിം ആണെങ്കിൽ അതിൻ്റെ ശിക്ഷ അടിയാണ്, 80-100 അടിയാണ് കിട്ടുക. അപ്പോൾ ഒരു തവണ കള്ളു കുടിച്ചിട്ട് അടി വാങ്ങിക്കുന്നതിനിടയിൽ സ്വഹാബികളിൽപ്പെട്ട ഏതോ ഒരു പ്രമുഖരായ 1-2 ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ, നിനക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ. നീ എന്തിനാണ് പ്രവാചകൻ്റെ മനസ്സിനിങ്ങനെ നോവിക്കുന്നത്, എന്തിനാണ് പ്രവാചകൻ്റെ ഹൃദയത്തെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാപവാക്ക് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയരുത്, നിങ്ങൾ ആ വാക്ക് പറയരുത്. കാരണം ആ മനുഷ്യൻ തിന്മ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിനും റസൂലുമുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് പൂർണ്ണമായും തൗബ ചെയ്ത് പൂർണ്ണമായിട്ട് നന്നായി കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിൻ്റെ പേരിൽ അയാൾ വെറുക്കുന്ന നിലപാടുകാരനായിരുന്നില്ല. അയാളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി, അയാളെ കാലാകാലം ഒരിക്കലും അടുപ്പിക്കാൻ പറ്റാത്ത പോലത്തെ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ മാനസിക നില നേടിയെടുക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹൃദയത്തിൽ ലുത്തുഫുള്ള, ഹൃദയത്തിൽ റഹ്മത്തുള്ള, ഹൃദയത്തിൽ അനുകമ്പയുള്ള നല്ല മുസ്ലിങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും പരിവർത്തിപ്പിക്കുകയും ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ കാണിച്ചു തന്ന ആ ഒരു മാനസിക നില നമുക്കെല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ പെരുമാറ്റവും സ്വഭാവവും കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ കേവലം നിസ്കരിക്കുക, നോമ്പെടുക്കുക, ബലിയിറക്കുക, ഹജ്ജ് ചെയ്യുക എന്നതല്ല. ഒരു മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു ഖിലാഫത്ത് ഏൽപ്പിക്കാൻ, അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അധികാരം നമ്മളിലാണ്. നമ്മൾ ഒരു മുസ്ലിമിനെ എങ്ങനെ മറ്റുള്ളവർ കാണണമെന്ന് കൃത്യമായി സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാണ്. നമ്മൾ ലുത്തുഫില്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ മനസ്സിലാക്കും ഇസ്ലാം ലുത്തുഫില്ലാത്ത മതമാണ്, ഇസ്ലാം അനുകമ്പയില്ലാത്ത മതമാണ്, ഇസ്ലാം ഈ പറയുന്നത് പോലെ ക്രൂരമായ മതമാണ്. ഇതിലൊരു പരിധിവരെ ജൂത ലോബികൾ വിജയിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ വിട്ടുവീഴ്ചയും പ്രവാചകൻ കാണിച്ച മനുഷ്യത്വമൊന്നും ലോകത്തൊരു രാഷ്ട്ര നേതാവ് കാണിച്ചിട്ടില്ല. കാരണം യുദ്ധം ചെയ്യാൻ പോകുന്ന സഹാബത്തിനോടാണ് പറഞ്ഞത്, സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, മരം നശിപ്പിക്കരുത്, സന്യാസിമാരെ കൊല്ലരുത്, പള്ളിയിലച്ചന്മാരെ കൊല്ലരുത്, പുരോഹിതന്മാരെ കൊല്ലരുത്. ഇങ്ങനെ എത്രങ്ങാനും നിബന്ധന കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനെ പടക്ക് കൊണ്ട് പറഞ്ഞയച്ചത്, പ്രവാചകൻ മുന്നിൽ നിന്ന് പടനയിച്ചത്. അതായത് വേറെ കുരിശ് യുദ്ധത്തിൻ്റെ ചരിത്രം തന്നെ നാം എടുത്തു നോക്കിയാൽ കുരിശ് യുദ്ധ പടയാളികൾ 2 തവണ ഖുദ്സ് കീഴടക്കിയപ്പോൾ പല ചരിത്രകാരന്മാരും പറഞ്ഞു തരുന്നത് കണങ്കാല് വരെ നിറഞ്ഞു നിൽക്കുന്ന രക്തത്തിൻ്റെ പുഴ ആ ജെറൂസലമിൽ തളം കെട്ടി നിന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ചരിത്രത്തിൽ 2 തവണ മുസ്ലിങ്ങൾ ഖുദ്സ് കീഴടക്കിയിട്ടുണ്ട്. ഒന്ന് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, 2 സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ. ഈ 2 കാലഘട്ടത്തിലും ഒരൊറ്റ പുരോഹിതൻ മരിച്ചിട്ടില്ല, ഒരൊറ്റ അഹാലി സാധാരണക്കാരായ ഒരാൾ പോലും മരിച്ചിട്ടില്ല, ഒരു ചർച്ചുകളും ഒരു സിനഗോഗുകളും തകർക്കപ്പെട്ടിട്ടില്ല, ഒരു അക്രമവും ചെയ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഖുദ്സ് തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകൾ ചെയ്തു കൂട്ടിയ നരനായാട്ടുകൾ. പക്ഷെ ചരിത്രത്തിലെ വലിയൊരു വിരോധാഭാസം എന്താണെന്ന് അറിയോ? 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ പറയുന്ന നരനായാട്ടുകൾ മുഴുവനും നടത്തിയ ക്രിസ്തീയ അനുയായികൾ, ക്രിസ്തു മതം എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം യഥാർത്ഥ ക്രിസ്തു മതം എന്ന് അവരവകാശപ്പെടുന്നത് ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, ഇന്നത്തെ ക്രിസ്തു മതമല്ല. ആ അനുയായികൾ ലോകത്ത് വളരെ പ്രമുഖങ്ങളായി അറിയപ്പെടുക, ലോകത്ത് സമാധാനത്തിൻ്റെ ആളുകളായി അറിയപ്പെടുക. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ടു, വിയറ്റ്നാമിൽ ഏജന്റ് ഓറഞ്ച് എന്ന മാരകമായ ആയുധം ഉപയോഗിച്ചു, ഇറാഖിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകളഞ്ഞു, ഇസ്രായേലിനെ ഉപയോഗിച്ച് ഫലസ്തീനിൽ നിരപരാധികളായ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. എന്നിട്ടൊന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മതം ഒരിക്കലും രക്തത്തിൻ്റെ മതമായി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് മുസ്ലിം നാമധാരികളായ ആളുകൾ ഇസ്ലാമിൻ്റെയോ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പ്രവാചക ചര്യയുടെയോ പിന്തുണയില്ലാതെ ചെയ്തു കൂട്ടുന്ന ക്രൂരകൃത്യങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം വരുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്കാണ്.
കാരണം ആളുകൾക്ക്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കറിയാം ഏത് രീതിയിലുള്ള പ്രൊപ്പഗണ്ട ഉപയോഗിച്ചിട്ടാണ് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ കഴിയുന്നത്. അവർക്ക് നന്നായിട്ടറിയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലുമുള്ള സഹാബികൾ പ്രവാചകനെ ചേർത്ത് നിർത്തിയത്, അല്ലെങ്കിൽ പ്രവാചകരോട് ഒട്ടിച്ചേർന്ന് നിന്നതിൻ്റെ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ അറിയോ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക എന്നാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങയുടെ ഹൃദയം വളരെ റിഫ്ഖുള്ളതാണ്, ലുത്ഫുള്ളതാണ്, അനുകമ്പയുള്ളതാണ്, സ്നേഹമുള്ളതാണ്. അതുകൊണ്ട് അവരെല്ലാം ഇതാ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് പ്രവാചകരെ അങ്ങയോട്. അങ്ങയുടെ ഹൃദയമെന്നാണ് അങ്ങയുടെ ഹൃദയമെന്നാലും കുറച്ച് കടുപ്പുള്ളതായിരുന്നെങ്കിൽ, കുറച്ച് ചുരുങ്ങിയതായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റിൽ നിന്നും ഈ ആളുകൾ എന്നോ പിരിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഒരു ക്വാളിറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് വിജയത്തിന്റെ വിന്നിക്കുഴി പറിച്ചു കൊടുത്തത്. ഈ ഒരു ക്വാളിറ്റി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്ത് ഇതിന് നേർ വൈപരീത്യത്തിലാണ് നിൽക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച മനഃപൂർവ്വമുള്ള ശ്രമങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അനുരണനങ്ങളാണ്, അതിൻ്റെ പ്രൊഡക്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഐസിസ് പോലെയുള്ള, അൽ ഖായിദ പോലെയുള്ള, ലഷ്കർ എ തൊയ്ബ പോലെയുള്ള ഗറില്ല സംഘങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട അത് യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ശ്രമങ്ങളാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെതുമാണ്. നാട്ടിലൊരു രോഗി, ആരും തിരിഞ്ഞു നോക്കാത്ത രോഗി കിടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തമാണത്. ആ രോഗിയുടെ വീട്ടിലേക്ക് കടന്നുപോയി ആ രോഗിയെ പരിചരിക്കുക എന്നത് മുസ്ലിം യൗവനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആരും തൊടാൻ മടിക്കുന്ന പുണ്ണും പൊട്ടുമുണ്ടെങ്കിൽ അത് കഴുകിക്കൊടുത്ത് അവരെ പരിചരിക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, മുസ്ലിം യൗവനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബൊക്കെ അത് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നാട്ടിൽ അലിവുള്ളവരായി, നന്മയുള്ളവരായി, മതജാതി ഭേദമന്യേ വേദനിക്കുന്ന ഏവരുടെയും വീട്ടിലേക്ക് കയറി ചെന്നവർക്ക് താങ്ങും തണലുമാകാൻ മുസ്ലിം ഉമ്മത്തിലെ യൗവനത്തിന് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു അനുകമ്പയും സ്നേഹവും വാത്സല്യവും ഈ ഉമ്മത്തുള്ളിൽ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ ആദർശത്തെ ലോകം നമ്മളിലൂടെ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും കാണിച്ചു തന്ന ഈ മനുഷ്യത്വത്തിൻ്റെ, ഈ ദീനാനുകമ്പയുടെ, ഈ പരാനുകമ്പയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.